കൊച്ചിയിൽ രണ്ട് വ്യത്യസ്ത വാഹന അപകടങ്ങളിൽ ഒരു മരണം. പാലാരിവട്ടം ബൈപ്പാസ് റോഡിൽ ടോറസ് ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ചു. പനങ്ങാട് സ്വദേശിനി ബിന്ദുവാണ് മരിച്ചത്. കലൂർ സ്റ്റേഡിയം ലിങ്ക് റോഡിലുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ വഴിയാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലകുത്തനെ മറിഞ്ഞ കാർ പോസ്റ്റും ഇടിച്ച് തെറിപ്പിച്ചു. കാറിലുണ്ടായിരുന്നവർക്കും പരിക്കുണ്ട്. രാവിലെ 10 മണിയോടുകൂടിയാണ് കലൂർ സ്റ്റേഡിയം ലിങ്ക് റോഡിന് സമീപത്ത് വെച്ച് അമിത വേഗതയിലെത്തിയ കാർ പോസ്റ്റിലിടിച്ച് വഴിയാത്രക്കാരനെയും ഇടിച്ചു തെറിപ്പിച്ച് മറിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്. ഇത് എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എന്തായാലും ഉറങ്ങിപ്പോയതാണോ യാത്രക്കാരൻ, ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാനുള്ളൊരു സാധ്യതയാണ് പോലീസും കണക്കാക്കുന്നത്. ഇവരും രാവിലെ ആശുപത്രിയിൽ നിന്നും വരുന്ന വഴിയിലാണ് ഇത്രയും വലിയൊരു അപകടമുണ്ടായത്. ഈ ഓഫീസിലേക്ക് മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു ഈ വഴിയാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിച്ചത്. അയാളുടെ ഓഫീസിന് സമീപത്ത് വെച്ച് തന്നെയാണ് ഈ അപകടമുണ്ടായത്. തിരുവനന്തപുരം സ്വദേശിയായ പ്രദീപ് ബാലകൃഷ്ണനാണ് അപകടം സംഭവിച്ചത്. ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. കാറ് നിയന്ത്രണം വിട്ട് നേരെ വന്ന് ഈ പോസ്റ്റിലിടിക്കുകയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം അവിടെ നടന്നു വരികയായിരുന്നു. അപ്പോൾ ഈ പോസ്റ്റും ഇദ്ദേഹവുമായിട്ട് ജാമായി. അപ്പോൾ തലക്ക് ഗുരുതരമായിട്ടുള്ള ഇഞ്ചുറി ഉണ്ട്. തിരുവനന്തപുരം സ്വദേശിയാണ് പ്രദീപ് ബാലകൃഷ്ണൻ എന്നാണ് പേര്. ഇവിടെ അന്വേഷിച്ചു പറഞ്ഞത്. അപ്പോൾ അവരുടെ ഇവിടുത്തെ സ്റ്റാഫും മാനേജ്മെൻറ്റും ഒക്കെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. കാറിലുള്ളവർക്ക് ഇല്ല, അവർക്ക് നിസ്സാര പരിക്കുകയുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെയാണ് അമിത വേഗത ഉറങ്ങിപ്പോയതാണ് എന്താണെന്ന് അറിയത്തില്ല. കാർ നിയന്ത്രണം വിട്ടതാണോ, ഉറങ്ങിപ്പോയതാണോ മറ്റാണെന്നുള്ള അറിയത്തില്ല. അവരും ആശുപത്രിയിൽ നിന്ന് വരുന്നവർ അതെ, അവരെ MAJ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരുന്ന വഴിയാണ്, ഫാമിലിയാണ്. എന്തായാലും കാറ് ഓവർ സ്പീഡായിരുന്നു, അമിത നിയന്ത്രണം വിട്ടതാണ്. ഈ വാഹനത്ത് മുൻപും അമിത വേഗതയിൽ എത്തിയതിനെ തുടർന്ന് പിഴ നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുന്നത്? മുൻപും നിയമം ലംഘിച്ചിട്ടുള്ള ഒരു വാഹനമാണ്. ഇപ്പോഴും അമിത വേഗതയിൽ എത്തിയത് തന്നെയാണ് അപകട കാരണം എന്ന് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പും വ്യക്തമാക്കുന്നത്. മറ്റൊരു അപകടമുണ്ടായത് ഇന്ന് പാലാരിവട്ടത്താണ്. ടോറസ് ലോറി ഇടിച്ച് 2 വീലർ യാത്രക്കാരിയായിട്ടുള്ള പനങ്ങാട് സ്വദേശി സിന്ധു മരിച്ചിരിക്കുന്ന സാഹചര്യമാണ്. അങ്ങനെ കൊച്ചിയിൽ ഇന്ന് 2 അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. അതിലൊരു യാത്രക്കാരന് ഗുരുതരമായി പരിക്കേൽക്കുകയും മറ്റൊന്ന് യാത്രക്കാരി മരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വളരെ ദാരുണമായ സംഭവം തന്നെയാണ് കൊച്ചി നഗരത്തിൽ 2 ഇടങ്ങളിലായി സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.